Jyoti Laboratories came into being in 1983, powered by the vision of one man, Mr. M.P. Ramachandran, the current chairman and managing director. നേരത്തിൻ്റെ പൊടിനില ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു എത്ര നമ്മൾ ചെയ്താലും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു അൺസാറ്റിസ്ഫൈഡ് കൺസ്യൂമർ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇതിങ്ങനെ സംഭവിച്ചു പോയത്. Started as a proprietary concern, manufacturing and selling a single product in a single district, the organization has grown to become a multi-brand, multi-product company with operations all over the world. അന്ന് 3.25 രൂപ ഉണ്ടായിരുന്നത് ബോംബെയിലൊക്കെ ചില ഈ സൗത്ത് ഇന്ത്യൻ ഷോപ്പുകളിലൊക്കെ അവൈലബിൾ അവർ 6 രൂപയ്ക്കാണ് വിറ്റിരുന്നത്. അപ്പോൾ അങ്ങനെ വിൽക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നി 6 രൂപയ്ക്ക് ഇത് വാങ്ങിക്കാൻ ആളുണ്ട്. ദാറ്റ് മീൻസ് ഈ സാക്രിഫൈസ് ചെയ്യുന്ന ഈ 3.25 രൂപേനേക്കാൾ കൂടുതലൊരു സാറ്റിസ്ഫാക്ഷൻ 6 രൂപയ്ക്കുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ കൺസ്യൂമർക്ക് കിട്ടുന്നുണ്ടെന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് വൺ ഓഫ് ദി നിങ്ങളും പഠിച്ചു കാണും. സാക്രിഫൈസിനേക്കാൾ കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുമ്പോൾ ആ പ്രൊഡക്റ്റ് എങ്ങനെയും സക്സസ്ഫുൾ ആവാതിരിക്കാൻ നിവൃത്തിയില്ല. With products that are reasonably priced, conveniently packaged, extensively distributed and supported by strategic communication, Jyoti Laboratories Limited has well and truly earned its place in the market as well as in the minds of millions of households in India. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന നിത്യോപയോഗ സാധനങ്ങൾ ഏതെടുത്ത് നോക്കട്ടെ, ഇൻക്ലൂഡിങ് മെഡിസിൻസ്, 95% ഇസ് മെയ്ഡ് ബൈ ഫോറിൻ കമ്പനീസ്. അപ്പോൾ ഇന്ത്യൻസിന് അതിനൊന്നും കഴിവില്ലേ? അഥവാ നമ്മുടെ മനസ്സിൽ നമുക്ക് ആ ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നുള്ള ഒരു ഇൻഹറൻറ്റ് ഫീലിംഗ് നമ്മുടെ മനസ്സിലുണ്ടോ? അതിനെ നമ്മൾ തൂത്തറിയണം. From a fledgling entity that embarked to translate the dream to make a difference, from starting operations with a corpus of 40,000 rupees to a company with a turnover of over 400 crores, Jyoti Laboratories Limited has come a long way. Shri M.P. Ramachandran, excellence in FMCG industry.